തമിഴ്നാട്ടിലെ സേലം ഇരുമ്പാലൈ ഭാഗത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയം. വൈകുന്നേരം ആ അപ്പാർട്ട്മെന്റിലെ ഒരു മുറിയിലേക്ക് കടന്നു ചെന്ന പെൺകുട്ടി കണ്ടത് ചോര മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. തന്റെ കൂടെ താമസിച്ചിരുന്ന സുഹൃത്ത് 22 വയസ്സുകാരിയായ വർഷിനി കട്ടിലിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു. വിളിച്ചിട്ടും വിളി കേൾക്കാതെ ശരീരമാകെ തണുത്തുറഞ്ഞ. ഇത് കണ്ട് ആ പെൺകുട്ടി ഭയന്ന് വിറച്ചുപോയി. ഉടൻ തന്നെ അവൾ പോലീസിനെയും മറ്റുള്ളവരെയും വിവരമറിയിച്ചു. പിന്നീട് നടന്നത് സിനിമയെപ്പോലും വെല്ലുന്ന സംഭവ വികാസങ്ങളാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി സ്വദേശിനിയായിരുന്നു വർഷിനി. സേലത്തുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ അവസാന വർഷ ഹോമിയോപ്പതി വിദ്യാർത്ഥിനിയായിരുന്നു. കോളേജിന് സമീപമുള്ള അപ്പാർട്ട്മെന്റിൽ സുഹൃത്തിനൊപ്പമായിരുന്നു വർഷിനിയുടെ താമസം. തുടക്കത്തിൽ പോലീസ് ഇതൊരു അസ്വാഭാവിക മരണമായി കണ്ടെങ്കിലും ഒരു കൊലപാതക സാധ്യത ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നില്ല. കാരണം ശരീരത്തിൽ പുറമേ വലിയ മുറിവുകളോ രക്തക്കറിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടാതെ ആ മുറിയിൽ മോഷണം നടന്നതിൻ്റെയോ മറ്റ് സാധ്യതകളും കണ്ടെത്താനും കഴിഞ്ഞില്ല. എന്നാൽ ഇൻക്വസ്റ്റ് നടപടികൾക്കായി എത്തിയ അനുഭവ സമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എവിടെയോ ഒരു പന്തികേട് തോന്നി. വർഷിനിയുടെ കഴുത്തിനു ചുറ്റും നേരിയ പാടുകളുണ്ടായിരുന്നു. മാത്രമല്ല അവളുടെ മൊബൈൽ ഫോൺ മുറിയിൽ എവിടെയും കണ്ടെത്താനും സാധിച്ചില്ല. മരണത്തിൽ അസ്വാഭാവികത മണത്ത ഇരുമ്പാലൈ പോലീസ് കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. അന്വേഷണത്തിന്റെ ഭാഗമായി വർഷിനിയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചുവെങ്കിലും ഫോൺ കാണാതായത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തി. എങ്കിലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ വർഷിനിയുടെ സിം കാർഡ് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. അവിടെയാണ് കേസിലെ ആദ്യത്തെ വഴിത്തിരിവുണ്ടാകുന്നത്. വർഷിനിയുടെ ജീവിതത്തിൽ വീട്ടുകാർക്കറിയാത്ത വലിയൊരു രഹസ്യമുണ്ടായിരുന്നു. അവൾ ഒരു പ്രണയത്തിലായിരുന്നു. കേവലം ഒരു പ്രണയമായിരുന്നില്ല അത്. തമിഴ്നാട്ടിലെ ഒരു തൈക്കൊണ്ടോ മാസ്റ്ററായ ശക്തിവേൽ എന്ന 40 വയസ്സുകാരനുമായായിരുന്നു വർഷിനിയുടെ അടുപ്പം. ശക്തിവേലിന് പ്രായം 40 കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, അയാൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായിരുന്നു. പ്രായവ്യത്യാസവും അയാളുടെ കുടുംബ പശ്ചാത്തലവും ഒന്നും നോക്കാതെ വർഷിനി അയാളെ അതിതീവ്രമായി പ്രണയിച്ചു. പോലീസ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് അതിലും ഞെട്ടിക്കുന്ന വിവരമായിരുന്നു. ഇരുവരും രഹസ്യമായി വിവാഹം വരെ കഴിച്ചിരുന്നു. ഈ വിവരമറിഞ്ഞതോടെ പോലീസിന്റെ സംശയമുന ശക്തിവേലിന് നേരെയായി. ഒരുപക്ഷെ ഭാര്യയും കുട്ടികളുമുള്ള ശക്തിവേൽ വർഷിനിയെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണോ ഇത് എന്നായിരുന്നു പോലീസിന്റെ സംശയം. സംശയമുനയിലായ ശക്തിവേലിനെ പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ തനിക്ക് ഈ മരണത്തിൽ പങ്കില്ലെന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് വർഷിനിയുടെ വീട്ടുകാർ തങ്ങളുടെ ബന്ധം കണ്ടുപിടിച്ചെന്നും അവളെ നിർബന്ധിച്ച് തിരുനെൽവേലിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നും ശക്തിവേൽ പോലീസിനോട് വെളിപ്പെടുത്തി. എന്നാൽ വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് വർഷിനി വീണ്ടും സേലത്തേക്ക് തന്നെ തിരികെ പോരുകയായിരുന്നു. ഇതോടെ അന്വേഷണ സംഘം അപ്പാർട്ട്മെന്റിലെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങൾ അരിച്ചു പെറുക്കാൻ തുടങ്ങി. ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ഒരു പ്രധാന തെളിവ് ലഭിച്ചു. ഒരു മധ്യവയസ്കനായ മനുഷ്യൻ ഹെൽമറ്റ് ധരിച്ച് മുഖം മറച്ച് അപ്പാർട്ട്മെന്റിലേക്ക് കയറിപ്പോകുന്നുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം അയാൾ തിരികെ ഇറങ്ങിപ്പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അയാൾ നടന്നുപോകുന്ന രീതിയും ശരീരപ്രകൃതിയും നിരീക്ഷിച്ച പോലീസ് ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് പോലീസിനെ പോലും ഒരു നിമിഷം സ്തബ്ധരാക്കി കളഞ്ഞു. കാരണം അത് മറ്റാരുമായിരുന്നില്ല, വർഷിനിയുടെ സ്വന്തം പിതാവ് വരദരാജനായിരുന്നു അത്. അതെ, സ്വന്തം ചോരയിൽ പിറന്ന മകളെ ഇല്ലാതാക്കിയത് അവളുടെ അച്ഛൻ തന്നെയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഒളിവിൽ പോയ വരദരാജനെ കണ്ടെത്താൻ പോലീസ് വലവീശി. ഒടുവിൽ പോലീസ് പിടിയിലായ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത് ക്രൂരമായ ഒരു ദുരഭിമാന കൊലയുടെ കഥയായിരുന്നു. ഒരു നാടൻ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന വരദരാജന് തന്റെ മകൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ ഒരാളുടെ കൂടെ ജീവിക്കുന്നത് സമൂഹത്തിൽ വലിയ അപമാനമായി തോന്നി. ഇതറിഞ്ഞ ഇയാൾ മകളെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പരമാവധി ഉപദേശിച്ചു നോക്കി. എന്നാൽ അവൾ തന്റെ പ്രണയത്തിൽ ഉറച്ചുനിന്നു. തന്റെ വാക്ക് കേൾക്കാതെ അവൾ വീണ്ടും സേലത്തേക്ക് വണ്ടി കയറിയപ്പോൾ വരദരാജന്റെ മനസ്സിൽ പ്രതികാരം വളർന്നു. മകളെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് അയാൾ ഉറപ്പിച്ചു. പോലീസ് തന്നെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ സ്വന്തം മൊബൈൽ ഫോൺ വീട്ടിൽ തന്നെ വെച്ചാണ് വരദരാജൻ സേലത്തേക്ക് തിരിച്ചത്. പിന്നാലെ അയാൾ വർഷിനിയുടെ മുറിയിലെത്തി. അവിടെ വെച്ചും ഇരുവരും തമ്മിൽ കടുത്ത വാക്കുതർക്കമുണ്ടായി. ഒടുവിൽ ദേഷ്യം അണപൊട്ടിയ വരദരാജൻ വർഷിനിയെ കിടക്കയിലേക്ക് തള്ളിയിട്ടു. അവളുടെ നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ തലയിണയെടുത്ത് മുഖത്തമർത്തി. ശ്വാസം കിട്ടാതെ ആ 22കാരി പെടയുമ്പോൾ ആ അച്ഛന്റെ മനസ്സിൽ ഒരിറ്റ് ദയ പോലും തോന്നിയില്ല. ഒടുവിൽ അവളുടെ ചലനങ്ങൾ നിലയ്ക്കുന്നതുവരെ അയാൾ തലയിണ മുഖത്ത് അമർത്തി പിടിച്ചു. മരണം ഉറപ്പാക്കിയ ശേഷം അവളുടെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് മുറി പുറത്തുനിന്ന് പൂട്ടി അയാൾ രക്ഷപ്പെടുകയായിരുന്നു. വളർത്തി വലുതാക്കിയ മകൾ താൻ ആഗ്രഹിക്കാത്ത ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു എന്ന കാരണത്താലാണ് ആ മകളുടെ ജീവൻ പിതാവ് അപഹരിച്ചത്. സമൂഹത്തിലെ മാനം കാക്കാൻ വേണ്ടി സ്വന്തം മകളെ ശ്വാസം മുട്ടിച്ചു കൊന്ന വരദരാജൻ ഇന്ന് ജയിലഴിക്കുള്ളിലാണ്. പ്രണയവും അതിനെ ചൊല്ലിയുള്ള കടുംപിടുത്തവും എങ്ങനെയാണ് ഒരു കുടുംബത്തെ മുഴുവൻ തകിടം മറിക്കുന്നത് എന്നതിന്റെ ദാരുണമായ ഉദാഹരണമാണ് ഈ കേസ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ക്രൈം സ്റ്റോറികൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.